എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 25 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ഇത്തവണത്തെ തിരുവോണം ബമ്പർ 2025 ലോട്ടറി ടിക്കറ്റ് ഈ നിമിഷം വരെ എടുത്തവരും ഇനി എടുക്കുവാനായിട്ട് പോകുന്നവരും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന ഇതുവരെ 32 ലക്ഷം കടന്നിരിക്കുകയാണ്. പ്രകാശനം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ 32 ലക്ഷം ടിക്കറ്റുകളാണ് നിലവിലിപ്പോൾ വിറ്റുപോയിരിക്കുന്നത്. അതുപോലെ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നത്. ഒന്നാം സമ്മാനമായിട്ട് 25 കോടി രൂപയാണ് ഓണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നത്. രണ്ടാം സമ്മാനമായിട്ട് 1 കോടി വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായിട്ട് 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായിട്ട് 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായിട്ട് 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും ലഭിക്കുന്നതാണ്. കൂടാതെ 500 രൂപകളുടെ നിരവധി സമ്മാനങ്ങളുണ്ട്. ഈ മാസം സെപ്റ്റംബർ 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. 500 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില. ഒന്നാം സമ്മാനം വിൽക്കുന്ന ഏജന്റിന് നൽകുന്ന കമ്മീഷൻ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇക്കുറി ഓണം ബമ്പർ വഴി സൃഷ്ടിക്കപ്പെടുന്നത് 22ഓളം കോടിപതികളെയാണ്. നിലവിൽ 32 ലക്ഷം കടന്ന ഓണം ബമ്പറിന്റെ വിപണിയിൽ എത്തിക്കുന്ന ടിക്കറ്റുകൾ എല്ലാം തന്നെ വിറ്റുപോകുമെന്ന പ്രതീക്ഷയിലാണ് ലോട്ടറി വകുപ്പ്. ഇതിനോടകം തന്നെ ലോട്ടറി വകുപ്പ് ചില മുന്നറിയിപ്പുകളും പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അവ പാലിക്കാതിരുന്നാൽ ലോട്ടറി അടിച്ചാലും നിങ്ങൾക്ക് സമ്മാന തുക നിഷേധിക്കപ്പെടുന്നതാണ്. ആദ്യത്തേത്, അംഗീകൃത ഏജന്റുമാരുടെ കയ്യിൽ നിന്ന് ലോട്ടറി ഏജന്റ് വാങ്ങുവാൻ പാടുള്ളൂ. അല്ലാതെ ഓൺലൈൻ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ കേരള സംസ്ഥാന ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത് നിയമവിരുദ്ധമാണ്. അതുപോലെ കേരള ഭാഗ്യക്കുറി ടിക്കറ്റുകൾ കേരളത്തിൽ മാത്രം വിൽപ്പനയ്ക്കുള്ളതാണ്. അതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവ വാങ്ങുവാൻ പാടില്ല. തുടങ്ങിയ കാര്യങ്ങളാണ് ലോട്ടറി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. വ്യാജ ടിക്കറ്റുകൾക്കെതിരെ ശക്തമായ പ്രചരണവും നിയമ നടപടികളുമായിട്ട് ലോട്ടറി വകുപ്പ് ഇപ്പോൾ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതര സംസ്ഥാനക്കാർക്കായിട്ട് സമ്മാനം അടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പോസ്റ്ററുകൾ നൽകുവാനും വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഓണം ബമ്പർ പോലുള്ള ഉയർന്ന ടിക്കറ്റ് നിരക്കിലുള്ള ലോട്ടറികൾ ഒന്നിലധികം വ്യക്തികൾ ചേർന്ന്, അതായത് ഷെയറിട്ട് വാങ്ങുന്നതും ഇപ്പോൾ ഒരു ട്രെൻഡാണ്. പലർക്കും ഇത്തരത്തിലുള്ള ടിക്കറ്റുകളിൽ നിന്ന് ഉയർന്ന സമ്മാനങ്ങളും ലഭിക്കാറുണ്ട്. നിലവിൽ എത്ര പേർ ചേർന്ന് ലോട്ടറി ടിക്കറ്റ് വാങ്ങാവൂ എന്ന നിബന്ധന ഒന്നുമില്ല. അതിനാൽ ഷെയറിട്ട് വാങ്ങുന്നതിൽ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളും നിലവിലില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിട്ട് സമ്മാന തുക കൈമാറാൻ ലോട്ടറി വകുപ്പിന് സാധിക്കുന്നതല്ല. ഈ തുക ലോട്ടറി വകുപ്പ് വീതിച്ച് വിവിധ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതുമല്ല. അതിനാൽ വാങ്ങിയ ടിക്കറ്റിന് സമ്മാനം അടിക്കുകയാണെങ്കിൽ സമ്മാന തുക വാങ്ങുന്നതിനായിട്ട് കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ചുമതലപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിൽ ഒരാളെ ചുമതലപ്പെടുത്തുന്ന കാര്യം 50 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി സാക്ഷ്യപ്പെടുത്തിയ ഡോക്യുമെന്റ് ലോട്ടറി വകുപ്പിൽ നിങ്ങൾ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ്. ഈ വ്യക്തിയുടെ വിശദാംശങ്ങൾ മാത്രമായിരിക്കും ലോട്ടറി വകുപ്പിന് നിങ്ങൾക്ക് നൽകേണ്ടി വരിക. ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും സമ്മാന തുക ലോട്ടറി വകുപ്പ് കൈമാറുന്നത്. ഇതിന് സാധിക്കുന്നില്ല എങ്കിൽ മറ്റൊരു വഴിയുണ്ട്. ലോട്ടറി ടിക്കറ്റുകൾ എടുത്തവരെല്ലാം ചേർന്ന് ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങേണ്ടതാണ്. അതിനുശേഷം സമ്മാന തുക ആ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന. അങ്ങനെയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പേരുള്ള എല്ലാവരുടെയും വിശദാംശങ്ങൾ ലോട്ടറി വകുപ്പിന് നൽകേണ്ടതാണ്. സെപ്റ്റംബർ 27-ാം തീയതിയാണ് ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് നടക്കുന്നത്. ലോട്ടറി ടിക്കറ്റുകൾ എടുത്ത് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.